ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 തരത്തിലുള്ള നെറ്റ്വർക്കിനെ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 2 വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 3 മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. 4 പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പിന്നുള്ളത് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാൻ പറ്റും. സോ ജനറലി നമ്മൾ കാണാറുള്ളത് ലാന്, വാന്, മാന്. പിന്നെ ഡേറ്റാ സെൻറ്ററുകളിലാണെങ്കിൽ നമ്മൾ സാൻ കാണും. പിന്നെ പാൻ എന്ന് വെച്ചാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വിത്തിൻ നമ്മുടെ ആ ഒരു ചെറിയൊരു പ്രോക്സിമിറ്റിക്കകത്ത് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കൂടാതെ തന്നെ വേറെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൻ്റർനെറ്റ് എന്നും പറയാറുണ്ട്, രണ്ടാമത് ഇൻട്രാനെറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്നും കൂടെ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. സോ ബേസിക്കലി ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് പി സിയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് അതൊരു വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ബിൽഡിങ്ങോ അങ്ങനെയുള്ളൊരു ചെറിയൊരു ഏരിയയിൽ വരുന്ന, അല്ലെങ്കിൽ വിത്തിൻ ഒരു വോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വരുന്ന നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആയിരിക്കും, വിത്തിൻ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രം ഉള്ളൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ നെറ്റ്വർക്ക്. നമ്മുടെ വീട്ടിലൊരു നെറ്റ്വർക്ക് ഉണ്ട്, നമ്മുടെ അപ്പുറത്തെ വീട്ടിലും വേറൊരു ലാനുണ്ട്. നമ്മുടെ വീട്ടിലെ ലാനും ഒരു ലാനും അപ്പുറത്തെ വീട്ടിലെ വേറെ ഒരു ലാനുമാണ്. സോ അങ്ങനെ ഇപ്പോൾ ഓഫീസാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓഫീസിൻ്റെ അകത്ത് ഇപ്പം ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഓഫീസിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ലാൻ ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ അപ്പുറത്തെ ഓഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ലാൻ, അവരുടെ ലാൻ ആയിരിക്കും. സോ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് ഒരു ചെറിയൊരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വരുന്ന നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലാൻ എന്ന് പറയുന്നത്. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രാജ്യങ്ങളോ അല്ലെങ്കിൽ 2 വലിയ സിറ്റികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസ് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഏരിയ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ വാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വലിയൊരു ഏരിയ കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ വാൻ എന്ന് വിളിക്കുന്നത്. അത് പല സിറ്റികളാവാം, അല്ലെങ്കിൽ പല കൺട്രികളാവാം, അല്ലെങ്കിൽ ഗ്ലോബലി നമ്മുടെ ഇൻ്റർനെറ്റ് പോലും കണക്ട് ചെയ്തേക്കുന്ന നെറ്റ്വർക്കാവും. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വാനാണ്. വാൻ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർനെറ്റ് വരുന്നത്. അപ്പം ഇൻ്റർനെറ്റ് നമുക്കറിയാം എത്രത്തോളം വലുതാണ് എന്ന് പറഞ്ഞ പോലെ. വാനിൻ്റെ അകത്ത് തന്നെ MPLS എന്നൊക്കെ പറഞ്ഞ് വാനുണ്ട്. MPLS എന്ന് പറയും. ഇതും ഒരു വാൻ ടെക്നോളജിയാണ്. ഇതിനകത്തും മൾട്ടിപ്പിൾ സിറ്റികളും ലൊക്കേഷനുകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് MPLS. ഇത് സാധാരണ